നമസ്കാരം. ന്യൂസ് ഗ്ലോബ് ടിവിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഒരു ഗജ ഫ്രോഡിന്റെ കഥ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു 2 ദിവസങ്ങളായി. അത് മറ്റാരുമല്ല, യഥാർത്ഥത്തിൽ ആ ഫ്രോഡ് പണികളൊക്കെ കാണിക്കുന്ന ഒരാൾ മലയാള സിനിമയിൽ ഒരു കമ്പനിയൊക്കെ രൂപീകരിച്ച് സിനിമകൾ പിടിക്കാൻ വേണ്ടി വന്നു. 3 സിനിമകളാണ് ചെയ്തിരിക്കുന്നത്. പ്രിയനോട്ടത്തിലാണ്, കുഞ്ഞമ്മണീസ് ഹോസ്പിറ്റൽ, സീക്രട്ട് ഹോം. ഈ സിനിമകളെല്ലാം ചെയ്യുമ്പോൾ നാട്ടുകാരുടെ കയ്യിൽ നിന്ന് പണം വാങ്ങലും ഫിനാൻസ് മേടിക്കലും ഒക്കെ എല്ലാ സിനിമാക്കാരും ചെയ്യുന്നതാണ്. പക്ഷേ മേടിച്ചാൽ അത് തിരിച്ചു കൊടുക്കും. തിരിച്ചു കൊടുക്കാതെ ചോദിക്കുന്നവന്റെ പേരിൽ കള്ളക്കേസിടുകയും അതിനെക്കുറിച്ച് എന്തെങ്കിലും സുഹൃത്തുക്കളായി പോകുന്നവരുടെ പേരിൽ പോലും കള്ളക്കേസൊക്കെ ഇടാൻ ചെയ്യുന്നത് ചെറ്റത്തരമല്ലേ ത്രിവിക്രമ എന്ന് ചോദിക്കാനുള്ളൂ. ഈ ത്രിവിക്രമൻ എന്നു പേരുള്ളയാൾ ആദ്യം കേരളത്തിലേക്ക് വണ്ടി കയറി വന്നത് വലിയ ഒരു പ്രൊഡ്യൂസറാണെന്നുള്ള ജാടയിലായിരുന്നു. പക്ഷേ നയാ പൈസയില്ലാതെ സിനിമയെടുക്കാം എന്ന് തെളിയിച്ച ഒരാളാണ് ഈ ത്രിവിക്രമൻ. ഓരോ സിനിമ ചെയ്യുമ്പോഴും നാട്ടുകാരുടെ കയ്യിൽ നിന്ന് പണം വാങ്ങും. എന്തെങ്കിലുമൊക്കെ ഉടായ്പ പറഞ്ഞ് പണം റിലീസ് ചെയ്യും. ആ പണം കൊടുക്കില്ല. ആ പണം കൊടുക്കാൻ വേണ്ടി കേസ് കൊടുക്കാനൊക്കെ ഈ കമ്പനികളൊക്കെ ചെല്ലുമ്പോൾ അവരുടെ പേരിൽ കള്ളക്കേസിടും, ചില ഉടായ്പ നേതാക്കന്മാരെയൊക്കെ ഉപയോഗിച്ച്. അങ്ങനെ പോലീസിലെത്തപ്പെട്ട കുറേയധികം കേസുകൾ. കുഞ്ഞമ്മണീസ് ഹോസ്പിറ്റൽ എന്നൊരു സിനിമ ചെയ്തിരുന്നു. ആ സിനിമയ്ക്ക് 1.5 കോടി രൂപയാണ് തൃശൂർ സുനിൽ എന്ന പേരുള്ള ഫിനാൻസറുടെ കയ്യിൽ നിന്നും വാങ്ങിയത്. സിനിമ റിലീസ് ചെയ്യുമ്പോൾ പണം തിരിച്ചു കൊടുക്കാമെന്ന് പറയുന്നു. സുനിലിന് പണം തിരിച്ചു കൊടുത്തിട്ടില്ല. അപ്പോഴാണ് സുനിലിന്റെ പാർട്ണർ എന്നറിയപ്പെടുന്ന റാഫേൽ ഉണ്ട് ഇരിങ്ങാലക്കുടയിൽ. വലിയ ബിസിനസ്സുകാരനാണ്, തിയേറ്ററുണ്ട്, കുറേയധികം കച്ചവടങ്ങളും റിയൽ എസ്റ്റേറ്റും ഒക്കെ ഉള്ള ഒരാളാണ്. റാഫേൽ പറയുന്നു, ഈ സുനിലെ ആ സിനിമ റിലീസ് ചെയ്യട്ടെ, അതിനുശേഷം അയാൾ തന്നില്ലെങ്കിൽ ആ പണം ഞാൻ തരാം എന്ന് പറയുന്നു. സുനിൽ വളരെ വിഷമത്തോടെ പറയുന്നു, എന്റെ പൊന്നു ചേട്ടാ, 5ഉം 10ഉം ഒക്കെ വെച്ച് ഏതാണ്ട് കുറച്ച് പണം തന്നു. ഏതാണ്ട് 1.5 വർഷമായിട്ട് ഇപ്പോഴാണ് ആ പണം 5ഉം 10ഉമായിട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇനിയും എനിക്ക് തരാനുണ്ട് 30-40 ലക്ഷം രൂപ. ചോദിക്കുമ്പോഴൊക്കെ എന്തെങ്കിലും ഉടായ്പകൾ പറഞ്ഞു മാറും. അതുപോലെ തന്നെയാണ് അതേ പടത്തിന് ഷിബു ജോൺ എന്ന ഓസ്ട്രേലിയക്കാരന്റെ കയ്യിൽ നിന്ന് പണം വാങ്ങിയിരിക്കുന്നത് 38 ലക്ഷം രൂപയോളം. 35 ലക്ഷം രൂപ വാങ്ങിയതും ബാക്കിയുള്ള ചിലവുകളും ചേർത്ത് 38 ലക്ഷം രൂപ ഷിബുവിന് കൊടുക്കാനുണ്ട്. ഈ പണമൊക്കെ ആൾക്കാർ ചോദിക്കുമ്പോൾ അവർക്കെതിരെ ചുമ്മാ കേസ് കൊടുക്കാൻ നടക്കുന്നു. ഈ കേസെടുക്കുന്ന പോലീസുകാരെ വേണം പറയാൻ. കണ്ണൂരും തൃശ്ശൂരും എറണാകുളത്തും ഒക്കെ കേസുകളാണ്. എന്തിനാന്ന് വെച്ചാൽ ആർക്കും അറിയത്തില്ല. ഈ വിവരം കെട്ട ചെറ്റകൾ അവിടെ ചെന്ന് പറയും ഒരു കേസെടുക്കണം. ഉടനെ തന്നെ പോലീസുകാര് മേലിൽ നിന്ന് വിളിച്ചിട്ടുണ്ട്. മേലിൽ നിന്ന് അവരുടെ പുണ്യാളച്ചൻ മേലിൽ നിന്ന് താഴേക്ക് വിളിച്ചു പറയുമ്പോൾ അവിടെ ഉടനെ കേസെടുക്കും. ആ എടുക്കുന്ന കേസൊക്കെ FIR ഇടും. ഒരു കേസായല്ലോ ഒരുത്തന്റെ മുകളിൽ. പോലീസുകാർ ഇത്രയ്ക്കും തരം താഴരുതെന്ന് മാത്രമേ പറയാനുള്ളൂ. അത് പല സ്ഥലങ്ങളിലും, തൃശ്ശൂരാണെങ്കിലും കണ്ണൂരാണെങ്കിലും കോഴിക്കോടാണെങ്കിലും എവിടെയാണെങ്കിലും. കാരണം ഒരു കേസ് കിട്ടിയാൽ ആ കേസിന്റെ മെറിറ്റ് എന്താണെന്ന് നോക്കുക, അതിനെന്തെങ്കിലും തെളിവുണ്ടോ നോക്കുക. ഈ ഷിബു എന്ന് പറയുന്ന ആൾ, അതായത് ഓസ്ട്രേലിയയിലുള്ള ഷിബു എന്ന് പറയുന്നയാൾ തൃശൂർ കോടതിയിൽ മീഡിയേഷന് വേണ്ടി പോകുന്നു. അതേ പേരുള്ള ഷിബു ജോബ് എന്നറിയപ്പെടുന്ന ഈ ബൗ സിനിമാസിന്റെ 1% ഷെയർ മാത്രം കയ്യിൽ വെച്ചിരിക്കുന്ന ആളാണ് അന്ന് മീഡിയേഷന് ഈ ത്രിവിക്രമിന് വേണ്ടി അവിടെ വരുന്നത്. ഇവരകത്ത് സംസാരിച്ചിരിക്കുന്നു. ഞാൻ ഷിബുവിന്റെ ഒരു സുഹൃത്തായതുകൊണ്ട് കൂടെ പോയി, ഓസ്ട്രേലിയയിലുള്ള ഷിബുവിന്റെ ഒരു സുഹൃത്തായതുകൊണ്ട് ഞാൻ കൂടെ പോയി. ജഡ്ജിയൊക്കെ ഇരിക്കുന്ന ആ ചേംബറിന് വെളിയിൽ ഞാനും ഷിനോയ് എന്ന് പേരുള്ള മറ്റൊരു നിർമ്മാതാവും കൂടി അവിടെ വെയിറ്റ് ചെയ്യുന്നു. അവരുടെ മീഡിയേഷൻ കഴിഞ്ഞ് ഇയാൾ വഴിയൊക്കെ പറഞ്ഞു പോകുന്നു. നേരിൽ കണ്ട് 1 മിനിറ്റ് ഹായ് സംസാരിച്ചത് മാത്രമേ ഉള്ളൂ. ഇദ്ദേഹമാണ് ഷിബു, അതേന്ന് പറഞ്ഞു, പരിചയപ്പെട്ടു, വേറെ ഒന്നും പറഞ്ഞിട്ടില്ല. അവിടുന്ന് അയാൾ പോവുകയും ചെയ്തു. വളരെ ഹാപ്പി ആയിട്ട് ഇറങ്ങി പോകുന്നു. അവിടെ CCTV ഉണ്ട്, അത് പരിശോധിക്കണമെന്നാണ് ഞാൻ പറയുന്നത്. അതായത് തൃശൂർ കോടതിക്കുള്ളിലുള്ള ആ CCTV പരിശോധിക്കണം, കോടതി വളപ്പിലുള്ള CCTVകൾ പരിശോധിക്കണം. എന്നിട്ട് അവിടെ കൊണ്ട് കേസ് കൊടുത്തിരിക്കുന്നു. ഞാനും ഈ ഷിബുവും കൂടി ഇയാളെ വിരട്ടി എന്നാണ് കേസ്. ആര്? ഈ ഷിബു ജോബ് എന്ന് പറയുന്ന ഈ 1% ഷെയർ മാത്രം കയ്യിൽ വെച്ചിരിക്കുന്ന ആളിനെ വിരട്ടി. അങ്ങനെ വിരട്ടിയതിന്റെ പേരിൽ കേസ് ഫയൽ ചെയ്യുന്നു. ചുരുക്കം പറഞ്ഞ പിന്നെ അന്വേഷണം വന്നപ്പോഴാണ് അറിയുന്നത് തൃശ്ശൂര് ACPയുടെ കയ്യിലാണ് ഈ കേസ് കൊടുത്തിരിക്കുന്നത്. ACPയെ മേളിൽ നിന്ന് ദൈവം തമ്പുരാൻ വിളിച്ച് പറഞ്ഞു പോലും ഇത് ഉടനെ തന്നെ ലീഗൽ കൺസൾട്ടേഷൻ വേണ്ടി എടുക്കണം, ഇന്ന് തന്നെ FIR ഇടണമെന്ന്. കഴിഞ്ഞ 20-ാം തീയതി കേസ് കൊടുത്തു, 20-ാം തീയതി തന്നെ FIR ഇട്ടു.
കേസ് കോടതിയിൽ വരട്ടെ, നമുക്ക് കോടതിയിൽ കാണാം എന്ന് മാത്രമേ ഞങ്ങൾ പറയുന്നുള്ളൂ. അവിടെ ഈ കേസ് കൊടുത്ത ഷിബു ജോബ് എന്ന് പറഞ്ഞ ആളും അതിന്റെ 99% ഷെയർ കൈവച്ചിരിക്കുന്ന ത്രിവിക്രമനും ഒളിച്ചിരുന്നിട്ട് കാര്യമില്ല. ത്രിവിക്രമൻ ഇയാൾ അങ്ങ് ജർമ്മനിയിലോ ദുബായിലോ ഏത് സ്ഥലങ്ങളിൽ പോയി കിടന്നാലും അവിടെയൊക്കെ പബ് നടത്തുകയോ പെമ്പിളരെ തുണിയില്ലാതെ ഡാൻസ് ചെയ്യുകയോ ഒക്കെ ചെയ്തോളൂ. അതൊന്നും നമുക്ക് പ്രശ്നമുള്ള കാര്യങ്ങളല്ല. പക്ഷേ ഒരാളുടെ പേരിൽ ആവശ്യമില്ലാത്ത രീതിയിൽ കേസുകളൊക്കെ ഇടുമ്പോ ഒന്ന് സൂക്ഷിക്കുന്നു നല്ലതാ. ഇത് ഏറ്റുപിടിക്കാൻ ഇവിടെ 2 പത്രങ്ങളുണ്ട്. മാതൃഭൂമി ദിനപത്രം അത് മഞ്ഞപ്പത്രത്തെക്കാളും കഷ്ടമായിട്ട് മാറി. ഇപ്പോ അതിന്റെ MD-യോട് വരെ വിളിച്ച് കാര്യങ്ങൾ സംസാരിച്ചാണെന്നാൽ ഒരിക്കൽ, എന്നിട്ടും അതിലെ ഏതോ ലേഖകന് എന്തോ ഇറച്ചി കഷ്ടം വലിച്ചെറിഞ്ഞപ്പോ ഇയാൾ എന്ത് വന്നാൽ FIR ഇടുന്നതിന് മുമ്പ് തന്നെ വാർത്ത എഴുതും. അതുപോലെയാണല്ലോ മഞ്ഞപത്രമായ മറുനാടൻ മലയാളിക്കും അത് തന്നെ. അതിനെക്കുറിച്ച് ബാക്കിയുള്ള കാര്യങ്ങൾ വീണ്ടും പുറകെ വരുന്നുണ്ട്. മാതൃഭൂമിക്കെതിരെ മാനനഷ്ടത്തിന് 2 കേസ് കൊടുത്തിരിക്കുന്നത് ഷിബു ജോൺ, ആലപ്പുഴയിലും എറണാകുളത്തും. അതുകൊണ്ട് ഇതൊന്നും കാണിച്ച് ഈ സന്തോഷ് ത്രിവിക്രമൻ വരട്ടാമെന്ന് കരുതണ്ട. ആദ്യം നാട്ടുകാർക്ക് കൊടുക്കാനുള്ള പണം കൊടുക്കണം. ഇനിയെങ്കിലും മലയാള സിനിമയിലെ ആളുകളും അതായത് അഭിനേതാക്കളും ടെക്നീഷ്യൻസും ഒക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. നാട്ടുകാരുടെ കയ്യിൽ നിന്ന് പണം വാങ്ങി സിനിമ ഉണ്ടാക്കിയിട്ട് ആ സിനിമ അവർക്ക് പണം കൊടുക്കാതെ ടെക്നീഷ്യൻസിനും ആർട്ടിസ്റ്റിനും ഒന്നും പണം കൊടുക്കാതെ നിരവധി പരാതികളുണ്ട്. ഈ സിനിമകൾ റിലീസ് ചെയ്യും. ഈ സിനിമ റിലീസ് ചെയ്തിട്ട് പണം ചോദിക്കുകയാണെങ്കിൽ അവരുടെ പേരിൽ കേസ് ഫയൽ ചെയ്യും. ചുമ്മാതെ പോലീസ് കേസുകൾ കൊടുക്കും. ഇതിനൊത്താശ പാടാൻ ഒരു നേതാവ് രംഗത്തിറങ്ങിയിട്ടുണ്ട്. ആ നേതാവിനെയും ഞങ്ങളൊന്ന് കാണുന്നുണ്ട്. പുറകെ അതിന്റെ വിശേഷങ്ങളും വരും.